ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവേശന നടപടികളിൽ ഇടപെടാതെ സുപ്രീം കോടതി. മറുപടി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. അപ്പീൽ നൽകാനില്ല എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ച് സർക്കാർ അടുത്ത വർഷം മുതൽ പ്രവേശനം നടത്തട്ടെ എന്നാണ് CBSE നിലപാട്. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. നമ്മൾ പറഞ്ഞ പോയിന്റ്, ലീഗൽ പോയിന്റ് കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി അത് പരിഗണിക്കേണ്ടതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനീതി, ഈ പുതിയ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന വിവേചനമാണെന്നുള്ള കാര്യത്തിൽ കോടതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോസ്പെക്ട് സമൻഡ് ചെയ്യാനുള്ള സർക്കാർ അധികാരത്തിലും കോടതി എതിരല്ല. പക്ഷേ ഈ സമയമാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലെ ആശങ്ക. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, അവസാന നിമിഷത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ പ്രോസസ്സ് നിർത്തിവെക്കാനോ അതിലെന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാനോ കോടതി ആഗ്രഹിക്കുന്നില്ല എന്നാണെന്ന് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ കോടതി ഇപ്പോൾ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതി നമ്മുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, തൽസ്ഥിതി തുടരാം, അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് വേണം ഇന്നത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും കോടതി നടപടികളിൽ നിന്നും കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ പുനഃക്രമീകരിച്ച മാർക്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളിൽ ഇടപെടാതെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് നിലവിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിൽ ഒരു അടിയന്തര ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവിടെ സുപ്രീം കോടതി ആശങ്കയായി അറിയിക്കുന്നത് ഈ സാഹചര്യത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അത് പ്രവേശന നടപടികളെ ബാധിച്ചേക്കും, അത് വിദ്യാർത്ഥികളെയും ബാധിക്കും എന്നൊരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അടിയന്തര ഇടപെടലിനോ ഇതിനൊരു ഇടക്കാല ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവിലേക്കോ കടക്കാത്തത്. മറിച്ച് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വിശദമായ ഒരു മറുപടി സംസ്ഥാനത്തോട് തേടിയിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ CBSE ഇന്ന് വാദത്തിൽ അവർ സ്വീകരിച്ചൊരു നിലപാടെന്നുള്ളത് പുതുക്കിയ പുതിയ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള കാര്യങ്ങൾ അത് സർക്കാർ അടുത്ത വർഷത്തേക്ക് അത് ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷം നടപ്പിലാക്കട്ടെ എന്നൊരു നിലപാടാണ് CBSEയും സ്വീകരിച്ചത്. നിലവിൽ പ്രവേശന നടപടികളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്താൽ അത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചേക്കും. സംസ്ഥാനം അപ്പീൽ നൽകാത്തതിൽ ഉള്ള കാരണം കൂടി അക്കാര്യമാണ് വ്യക്തമാക്കിയത്. അതായത് അപ്പീൽ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വർഷത്തെ പ്രവേശന നടപടികൾ അത്തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പീൽ ഫയൽ ചെയ്യാത്തത് എന്നാണ് ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കേരള സിലബസ് വിദ്യാർത്ഥികൾ ആവർത്തിച്ചത് അവർ കാലാകാലങ്ങളായി ഈ അവഗണന നേരിട്ട് വരുന്നു. ഇത്തവണ അതിലൊരു മാറ്റമുണ്ടായെങ്കിലും അതൊടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം വീണ്ടും പുനഃക്രമീകരിച്ച മാർക്ക് ലിസ്റ്റ് ഇറങ്ങുകയും ഏറെ പല റാങ്കിൽ മുൻപന്തിയിലുണ്ടായിരുന്നവർ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് വിവേചനമാണ് എന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ വീണ്ടും ആരോപിച്ചത്. പക്ഷേ സുപ്രീം കോടതിയുടെ നിരീക്ഷണം നിലവിൽ ഇടപെട്ടു കഴിഞ്ഞാൽ അത് പ്രവേശന നടപടിയെ ബാധിച്ചേക്കും എന്നൊരു ആശങ്ക അറിയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഹർജിക്കാർ വീണ്ടും ബാധിച്ചത് നിലവിലൊരു അടിയന്തര ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സാവകാശം മുൻപിലുണ്ട്. പുതുക്കിയ അല്ലെങ്കിൽ പഴയ റാങ്ക് ലിസ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിക്കാൻ കഴിയും, പ്രവേശന നടപടിയെ ബാധിക്കാത്ത തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് മുഖവിലേക്ക് എടുക്കാതെ നിലവിലെ പ്രവേശന നടപടികളിൽ ഇടപെടാതെയുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നതാണ്. വിജയകുമാർ, 4 ആഴ്ച എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിന്റെ പ്രവേശന നടപടികളൊക്കെ പൂർത്തിയാകും. ആ ഘട്ടമാകുമ്പോഴേക്കും അത് ഈ ഘട്ടത്തിൽ ഈ വർഷം അതിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന സൂചനയാണ് അതൊക്കെ നൽകുന്നത്. പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ച് സർക്കാർ അടുത്ത വർഷം മുതൽ പ്രവേശനം നടത്തട്ടെ എന്ന് CBSE ഒരു നിലപാടെന്ന് കോടതിയിൽ എടുക്കുകയും ചെയ്തു. അപ്പീൽ നൽകാനില്ല എന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ പറയാനുള്ളത് എന്ന് കേരളം രേഖാമൂലം ഒരു സത്യവാങ്മൂല രൂപത്തിൽ അറിയിക്കാനാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയത്. നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ശബരിമലയിലേക്കുള്ള ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. MR അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമെന്നും ഇത് ദൗർഭാഗ്യകരമാണെന്നും കോടതി വ്യക്തമാക്കി. ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശമാണ് ADGP ലംഘിച്ചത് എന്ന് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. യാത്രയിൽ കേസെടുത്തുവെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു.
2021 ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണ് MR അജിത് കുമാറിന്റെ പ്രവൃത്തി. ഇത് ദൗർഭാഗ്യകരമാണ്. യാത്രയെ സംബന്ധിച്ച പത്തനംതിട്ട SP-യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന അജിത് കുമാറിന്റെ വാദത്തിൽ ആംബുലൻസ് ഉപയോഗിച്ചുകൂടെ എന്നായിരുന്നു കോടതിയുടെ മറുപടി. സ്വാമി അയ്യപ്പൻ റോഡിൽ ചരക്ക് കൊണ്ടുപോകാൻ മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ ഇത് ലംഘിച്ച ADGP ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്തിയെന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു വിവാദയാത്ര. സംഭവത്തിൽ DGP അജിത് കുമാറിനോട് വിശദീകരണം തേടിയതായി സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പമ്പ പോലീസ് മോട്ടോർ ആക്ട് പ്രകാരമാണ് ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തത്. എന്നാൽ വിവാദയാത്രയിൽ പോലീസ് കേസെടുത്തത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷമെന്ന വിവരം പുറത്തുവന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് മറികടന്ന ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടാണ് ട്രാക്ടർ യാത്ര നടത്താൻ സൗകര്യമൊരുക്കി നൽകിയതെന്നും ആക്ഷേപമുണ്ട്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. അതേസമയം വിവാദങ്ങളിൽ ADGP MR അജിത് കുമാറിനെ വിമർശിച്ച് റവന്യൂ മന്ത്രി K രാജൻ. വകതിരിവ് എന്നൊരു വാക്കുണ്ടെന്നും അത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല എന്നുമായിരുന്നു പ്രതികരണം. യൂണിവേഴ്സിറ്റികളിലോ ട്യൂട്ടോറിയലിലോ വകതിരിവ് പഠിപ്പിക്കുന്നില്ല എന്നും മന്ത്രിയുടെ പരിഹാസം. മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും. വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയും കടമ്പകൾ ബാക്കി. വധശിക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം. ദൈവനീതി നടപ്പാകണമെന്ന തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി BBC-യോട് പ്രതികരിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിലെ മതപണ്ഡിതർ തലാൽ കുടുംബവുമായി ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ഇന്ന് നടത്താനിരുന്ന വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും മോചനത്തിന് ഇനിയും കടമ്പകൾ ഏറെ ബാക്കിയുണ്ട്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിന്റെ തീരുമാനമാണ് അതിൽ ഏറ്റവും പ്രധാനം. നിമിഷപ്രിയയ്ക്ക് ദൈവനീതി നടപ്പാക്കണമെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി BBC-യോട് പ്രതികരിച്ചു. ക്രൂരകൃത്യത്തിനപ്പുറം നീണ്ട നിയമപോരാട്ടം കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണങ്ങൾ എന്തുതന്നെയായാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും സഹോദരന്റെ പ്രതികരണത്തിലുണ്ട്. അതേസമയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമൻ മതപണ്ഡിതർ അനുനയ നീക്കം തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തുടങ്ങിയവർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചു. ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. ഇനിയും തുടർന്ന് ഈ ചർച്ച മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും കാരന്തൂർ മർക്കസിലെത്തി. യമനിലെ ചർച്ചകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വധശിക്ഷ ഒഴിവാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ആക്ഷൻ കൗൺസിൽ. സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളും നെഗറ്റീവ് കമന്റുകളും വേഗത്തിൽ യമനിലെത്തുന്നുണ്ട്. കോഴിക്കോട് കരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഭാരവാഹികളുടെ പ്രതികരണം. അവിടെ ഒരു ചർച്ച നടക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമം ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന വളരെ നെഗറ്റീവായ ചില കമൻറ്റുകളും വാർത്തകളൊക്കെ അപ്പോൾ തന്നെ അവരെ കുടുംബത്തിലും എത്തുന്നുണ്ട്. കാരണം അവിടെയൊക്കെയുള്ള യമനികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ധാരാളം പഠിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളൊക്കെ ഇവിടെ അറിയുന്നതിന് മുൻപ് തന്നെ ആ വിവരങ്ങളൊക്കെ കുടുംബത്തിലും അവരുടെ ഗോത്രത്തിലും, അതാണ് പ്രധാനം. അവിടുത്തെ ചുറ്റുപാടുള്ള സമൂഹം വളരെ പ്രധാനമാണ്, സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനത കൂടിയാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുന്നുണ്ട്. അപ്പം അത്തരം നെഗറ്റീവായ വാർത്തകൾ പലപ്പോഴും വലിയ വിപരീത ഫലമാണ് നമുക്കുണ്ടാക്കുക. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട് നിന്ന് ഷഹദ്, ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അവിടുത്തെ ഭാരവാഹികൾ കാരന്തൂർ മർക്കസിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ഒരു ചർച്ച നടത്തി. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ നന്ദി അറിയിച്ചു. തുടർ നീക്കങ്ങളും ഒക്കെ ചർച്ചയായി കാണുമല്ലോ. എന്താണ് ഭാരവാഹികളുടെ പ്രതികരണം?
വിജയകുമാർ, അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൃത്യമായിട്ട് യമനിൽ അതിനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിച്ചിട്ടുള്ള ആളുകളുമായിട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുടുംബവുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അത് കൃത്യമായിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. കരന്തൂർ മർക്കസിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. അല്പസമയം മുൻപായിരുന്നു ഇത്തരത്തിൽ ഈ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 2 പ്രതിനിധികളാണ് പ്രധാനമായിട്ടും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന്, ഇനി എന്തൊക്കെയാണ് തുടർ പ്രവർത്തനങ്ങൾ എന്നത് ചോദിക്കാനും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഈ നന്ദി പ്രകാശിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്, അതായത് ഇന്നിപ്പോൾ ഉസ്താദുമായിട്ട് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. മാത്രവുമല്ല, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സമൂഹ മാധ്യമങ്ങളിൽ വരികയും അതുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് യമനിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പക്ഷേ ദോഷമായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഒപ്പം തന്നെ ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രസ്താവനകളും അത് ഈ വിഷയത്തെ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. കേരളത്തിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ യമനിൽ അവരുടെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകളും അതുപോലെ തന്നെ കമന്റുകളും കുറിപ്പുകളും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിലിന് ഇതുവരെ ഈ കുടുംബവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യവും അല്പസമയം മുമ്പ് ഇവർ ഇവിടെ പറഞ്ഞു. കാരണം അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. പലപ്പോഴും പല പണ്ഡിതരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ അവരൊരു സഹകരിക്കുന്ന നിലപാടായിരുന്നില്ല സ്വീകരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാരന്തൂർ മർക്കസിലാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അവിടെ നടക്കുന്ന ചർച്ചകളുടെ അപ്ഡേഷനും കൃത്യമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഇത്തരത്തിൽ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാരന്തൂർ മർക്കസിൽ എത്തുകയും ഒപ്പം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഘം, അതായത് ഈ ആക്ഷൻ കമ്മിറ്റി സംഘം ഇവിടെ തന്നെയാണ് ഉള്ളത്. 2 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഇപ്പോൾ തിരിച്ച് വീണ്ടും അതായത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ആശയവിനിമയങ്ങൾ നടത്തേണ്ടതുണ്ട്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ഭർതൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. നടപടി സ്വീകരിക്കുമെന്ന് വിഭജികയുടെ മാതാവ് ശൈലജയ്ക്ക് 24-ലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി. മരണത്തിൽ കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിഭജികയുടെ കുടുംബം ഹൈക്കോടതിയെയും സമീപിച്ചു. വിഭജികയുടെയും മകളുടെയും മരണം നടന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മകൾ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കണമെന്നാണ് പിതാവ് നിതീഷിന്റെ ആവശ്യം. ഇതിനെതിരെ വിഭജികയുടെ കുടുംബം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടിരുന്നു. കോൺസുലേറ്റിന്റെ ഇടപെടലിൽ മൃതദേഹം വീണ്ടും മോർച്ചറിയിലേക്ക് മാറ്റി. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മാതാവ് ശൈലജയ്ക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി. ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അമ്മ തന്നെ പറയുന്നുണ്ട്, കേരളപുരത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ സംസ്കരിക്കണമെങ്കിൽ അവിടുത്തെ നിയമം പറയുന്നത് അനുശാസിക്കുന്നത് ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്ത ഘട്ടത്തിൽ പ്രയോറിറ്റി ഫോർ ദി ഹസ്ബൻഡ്. അപ്പൊ അതെങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് സമവായത്തിലൂടെയോ കേരള ഗവൺമെന്റിന്റെ ഒരു അണ്ടർടേക്കിങ്ങിലൂടെയോ ഒക്കെ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഷാർജയിലെത്തിയ വിഭജികയുടെ മാതാവും സഹോദരനും കോൺസുലേറ്റ് ജനറലിനെ കാണും. വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാനും കുടുംബം തീരുമാനിച്ചു. വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ കൊലപാതക സംശയം ഉന്നയിക്കുകയാണ് കുടുംബം. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇടപെടൽ വേണമെന്നും ഹർജിയിൽ പറയുന്നു. 24 ദുബായ്, കൊച്ചി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങളുണ്ട്. ഇന്ന് 7 ജില്ലകളിലാണ് അതിശക്തമായ മഴ, ഓറഞ്ച് അലേർട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം തൊട്ട് വടക്കോട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ അങ്ങനെ തീവ്ര മഴയുള്ള ജില്ലകൾ ഇപ്പോൾ 7ആയി മാറിയിരിക്കുകയാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോഴത്തെ നിലയിൽ ഓറഞ്ച് അലേർട്ടാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് ഒട്ടുമിക്ക ജില്ലകളിലും ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് പ്രധാനം. അതിൽ 7 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.
VC-യുടെ വിലക്ക് തള്ളി ഔദ്യോഗിക വാഹനത്തിൽ കേരള സർവകലാശാലയിൽ എത്തി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ. രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം നൽകരുത് എന്ന VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം ഉദ്യോഗസ്ഥരും തള്ളി. സർവകലാശാലയിൽ സുരക്ഷ കൂട്ടണമെന്ന BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഹർജി ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്കിടയാക്കി. രജിസ്ട്രാർ KS അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി. പതിവ് പോലെ VC-യുടെ നിർദ്ദേശം സർവകലാശാല അധികൃതർ തള്ളി. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഔദ്യോഗിക വാഹനം തടയാനായിരുന്നു കഴിഞ്ഞ ദിവസം VC-യുടെ നിർദ്ദേശം. സെക്യൂരിറ്റി ഓഫീസറോട് ഡ്രൈവറിൽ നിന്ന് താക്കോൽ വാങ്ങി വാഹനം സർവകലാശാല ഗാരേജിലേക്ക് മാറ്റി താക്കോൽ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ മിനി കാപ്പനെ ഏൽപ്പിക്കാനുമായിരുന്നു VC-യുടെ ഉത്തരവ്. സ്വന്തം വാഹനമില്ലെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. സർവകലാശാല ആസ്ഥാനത്ത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കേരള പോലീസ് അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ സംവിധാനം സമരക്കാരെ സഹായിക്കുന്ന രീതിയിലായിരുന്നു. സുരക്ഷിതത്വം ഒരുക്കേണ്ട പോലീസ് സമരക്കാരെ കൈപിടിച്ച് ഉയർത്തിയ സെക്ഷനുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ വിഷയം കോടതിയിൽ ഉന്നയിച്ചപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി പ്രതികരിച്ചത്. സർവകലാശാലയിൽ സംഭവിച്ചതിനെക്കുറിച്ച് കോടതിക്ക് ധാരണയുണ്ട്. നിങ്ങളെ ആരെങ്കിലും തടയുകയോ ആക്രമിക്കുകയോ ചെയ്തോ എന്നാണ് കോടതി ചോദിച്ചത്. തടസ്സം നേരിട്ട തീയതിയും സമയവും ഉൾപ്പെടെ കോടതിയിൽ തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. സർവകലാശാല ഭരണ സ്തംഭനത്തിൽ KSU പ്രതിഷേധ ധർണ നടത്തി. 24 തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പുന്നയിച്ച മുസ്ലിം സംഘടനകളെ അനുനയിപ്പിക്കാൻ CPIM കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ചർച്ചകൾ നടത്തി. സമയമാറ്റത്തിൽ സർക്കാർ സമവായമുണ്ടാക്കണമെന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ ചർച്ച പ്രഹസനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം വിമർശിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും തീരുമാനം മാറ്റില്ലെന്ന നിലപാടിലാണ് സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് MV ഗോവിന്ദൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കോഴിക്കോട് മർക്കസിലെത്തി കണ്ടത്. സമസ്തയുടെ ഇരുവിഭാഗങ്ങളും മറ്റു മുസ്ലിം സംഘടനകളും സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സംഘടനകളുടെ കൂട്ടായ പ്രതിഷേധമുണ്ടാകുന്നതിലെ അപകടം തിരിച്ചറിഞ്ഞാണ് പാർട്ടി സെക്രട്ടറിയുടെ നീക്കം. തുറന്ന ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്ന് MV ഗോവിന്ദനെ കാന്തപുരം അറിയിച്ചെന്നാണ് വിവരം. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചയെ നടന്നിട്ടില്ലെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. സംസ്ഥയ്ക്ക് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയോ? സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ് ഇന്നും വിമർശനം ഉന്നയിച്ചു. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്ന ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാം ആരോപിച്ചു. ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടാകുമ്പോൾ ചർച്ച നടക്കും. ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം പറയേണ്ടത്. ഇവിടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ചർച്ചയ്ക്ക് എന്താ അർത്ഥമുള്ളത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് കിട്ടിയില്ലെന്ന വിലയിരുത്തൽ CPIM-ലുണ്ട്. ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം ചർച്ചയാക്കിയെങ്കിലും പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന സംഘടനകളുടെ പിന്തുണ കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാനാണ് MV ഗോവിന്ദൻ തന്നെ സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ വിമത ശബ്ദമുയർത്തിയ നാട്ടുക MLA CC മുകുന്ദനെ വിളിച്ചു വരുത്തി CPI സംസ്ഥാന നേതൃത്വം. പാർട്ടി എന്തു തീരുമാനമെടുത്താലും അനുസരിക്കുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CC മുകുന്ദന്റെ പ്രതികരണം. അതേസമയം ആക്ഷേപിച്ചവർ പാർട്ടിയിൽ തുടരുന്നത് തന്റെ ദയാദാക്ഷിണ്യത്തിലാണ് എന്ന പരാമർശം സംസ്ഥാന കൗൺസിലിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുത്തി. തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ശേഷം ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ പരസ്യപ്രതികരണം നടത്തിയ CC മുകുന്ദൻ MLA സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത്. പരസ്യപ്രതികരണം നടത്തിയ മുകുന്ദനെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്ക് മുന്നിലുള്ള സാഹചര്യത്തിലാണ് MLA വിളിച്ചു വരുത്തിയത്. ഇതര പാർട്ടികളിൽ നിന്ന് ക്ഷണമുണ്ടെന്ന് പ്രതികരിച്ചിരുന്ന CC മുകുന്ദൻ പാർട്ടിക്ക് വഴങ്ങുന്ന സൂചനയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നൽകിയത്. പാർട്ടിയെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം എൻ്റെ പാർട്ടി പറയുന്ന മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതെന്നെ എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അതല്ല വേറെ ഒന്നും പറയാൻ അതിൻ്റെ അകത്തില്ല. അങ്ങനെ അത്ര തന്നെ അതിന് ചില നിർബന്ധങ്ങൾ അവരുണ്ടാക്കിയിട്ട് ആ നിർബന്ധം അനുസരിച്ച് മുന്നോട്ട് പോകും. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നേതാക്കൾ നടത്തിയ ആക്ഷേപ പരാമർശം ഇന്നലെ CPI സംസ്ഥാന കൗൺസിലിൽ ചർച്ചയായി.
കൗൺസിൽ അംഗം VP ഉണ്ണികൃഷ്ണനാണ് വിഷയം ഉന്നയിച്ചത്. സെക്രട്ടറി അധിക്ഷേപിച്ചവർക്ക് പ്രമോഷനായിരുന്നു നൽകേണ്ടതെന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ പരിഹാസം. ഇതിനോട് പ്രതികരിച്ച ബിനോയ് വിശ്വം ആക്ഷേപം നടത്തിയ കമലാ സദാനന്ദനും KM ദിനകരനും തന്റെ ദയാദാക്ഷിണ്യത്തിലാണ് പാർട്ടിയിൽ തുടരുന്നതെന്നാണ് മറുപടി നൽകിയത്. തന്റെ ദയാദാക്ഷിണ്യത്തിലാണെന്ന പരാമർശം പിൻവലിക്കണമെന്ന് കൗൺസിലംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ ബിനോയ് വിശ്വത്തിന് പാർട്ടിയുടെ ദയാദാക്ഷിണ്യത്തിലെന്നായിരുന്നു തിരുത്ത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിനെ UDFൽ എത്തിക്കാനുള്ള നീക്കത്തിൽ കോട്ടയത്തെ കോൺഗ്രസിനുള്ളിൽ കടുത്ത വിയോജിപ്പ്. പാലായിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വിയോജിപ്പ് പരസ്യമാക്കി. കേരള കോൺഗ്രസ് എം വന്നാൽ വിജയിച്ച സീറ്റുകൾ ഉൾപ്പെടെ വിട്ടു നൽകേണ്ടി വരും എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. KPCC പ്രസിഡന്റും UDF കൺവീനറും അടക്കമുള്ളവർ കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിൽ അതൃപ്തി ഉടലെടുത്തത്. UDFിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയം ജില്ലയിലടക്കം വലിയ പ്രതിഷേധമാണ് താഴെത്തട്ടിൽ. ജോസ് കെ മാണിയും കൂട്ടരും വന്നാൽ വിജയിച്ച സീറ്റുകളടക്കം കോൺഗ്രസിന് വിട്ടു നൽകേണ്ടി വരുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഈ പാർട്ടിയുടെയും മുന്നണിയുടെയൊക്കെ സംസ്ഥാന നേതൃത്വം അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെന്നും പ്രാക്ടിക്കലി ഗ്രൗണ്ട് റിയാലിറ്റി ഇപ്പോൾ ഞങ്ങളെപ്പോലെ താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു തിരിച്ചുവരവ് അംഗീകരിക്കാൻ സാധിക്കും. അത്രമാത്രം നിന്ദ്യമായ രീതിയിൽ ഞങ്ങളുടെ നേതാക്കളെ അധിക്ഷേപിക്കുന്ന, രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ഒരു മുന്നണി കടന്നു വരുമ്പോൾ താഴേക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് ചില നേതാക്കൾ കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്യുന്നതെന്നാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ പറയുന്നത്. ചില മുതിർന്ന നേതാക്കൾക്കും ഇതേ നിലപാടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സമാനമായ നിലപാടാണ്. നിലവിൽ മൗനം പാലിക്കുകയാണെങ്കിലും സീറ്റുകൾ വിട്ടു നൽകാൻ ജോസഫ് വിഭാഗവും തയ്യാറല്ല. ജോബി ജോൺസൺ, 24, കോട്ടയം. നടൻ ബാലയ്ക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നു. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കും. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ഡോക്ടർ എലിസബത്ത്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈന്റ് കൊടുത്തു, പോലീസിന്റെ കംപ്ലൈന്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എന്റെ കംപ്ലൈന്റ് മോളിന്ന് താഴത്തേക്ക് കുന്നംകുളം ഡിവൈഎസ്പി ഓഫീസിലെത്തി. വിവാഹം തന്നെ നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പൊതുയിടങ്ങളിൽ ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയത് എന്തിന്? കോടികളുടെ സ്വത്തുണ്ടെന്ന് പറയുന്നയാൾ പണമില്ലെന്ന് പരാതിപ്പെടുന്നു. ആ കല്യാണം, ആ ഫംഗ്ഷൻ, ഇത്രക്കാരനെ ഇൻവിറ്റേഷൻ കാർഡ് വിളിച്ച് ഭാര്യ എന്ന് വിളിച്ചു കൊണ്ട് നടന്നത്. അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങളെല്ലാവരും പറ്റിക്കല്ലേ? സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും എനിക്ക് നീതി കിട്ടുന്നില്ല. അയാൾ എന്നെ ഉപദ്രവിച്ചു, മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോലും അന്വേഷണം നടക്കുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു. എനിക്ക് മതിയായി, കേസ് കൊടുത്തത് അബദ്ധമായെന്ന് ഇപ്പോൾ തോന്നുന്നു. ആശുപത്രിക്കിടയിലുള്ള ദൃശ്യങ്ങളിൽ മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശനിലയിലാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ. ന്യൂസ് ഡെസ്ക്, 24. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യത എന്നാണ് പുതിയ മുന്നറിയിപ്പ്, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി വരുന്ന ദിവസങ്ങളിൽ 19-ാം തീയതി വരെ മഴ കടുക്കുമെന്നുള്ളതാണ്, മഴയുടെ ശക്തി കൂടുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമായി വരുന്നത്. അതിൽ ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെയും വടക്കൻ ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അത് ഈ
7 ജില്ലകൾ ഒഴിച്ച് ബാക്കി ജില്ലകൾക്കൊക്കെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അത് നീളാൻ തന്നെയാണ് സാധ്യത, തീയതി നീളാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അത് ന്യൂനമർദ്ദത്തിന്റെ ശക്തി പ്രാപിക്കുന്നതാണ് ഈ മഴ വ്യാപകമാകാനുള്ള കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ, അത് ഓറഞ്ച് അലർട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ കേരളത്തിൽ പ്രതീക്ഷിക്കാം. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ 7 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പിന്റെ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശം വിതച്ച് ദുരിത പെയ്ത്ത്. രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ 16 പേർക്ക് ജീവൻ നഷ്ടമായി. ഹിമാചൽ പ്രദേശിൽ പേമാരിയിൽ 100-ലേറെ പേരാണ് മരിച്ചത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും സ്ഥിതി രൂക്ഷമാണ്. തുടർച്ചയായി പെയ്യുന്ന പേമാരിയാണ് രാജസ്ഥാനിലെ പല താഴ്ന്ന പ്രദേശങ്ങളെയും മുക്കിയത്. ചമ്പൽ നദി കരകവിഞ്ഞ് കാണാതായ 6 പേരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഇതുവരെ 16 പേർ രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചു. ഹിമാചലിലാണ് സ്ഥിതി ഏറ്റവും മോശം. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 106 കടന്നു. ഭാഗികമായി തകർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ 200-ലധികം റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലും സമാനമാണ് സ്ഥിതി. കനത്ത മഴയിൽ ഡെറാഡൂണിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. പശ്ചിമബംഗാളിൽ 3 ജില്ലകളിൽ പ്രളയസമാന സാഹചര്യമാണ്. 10 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ജാർഖണ്ഡിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർ ആഘോഷം നടത്തിയെന്ന് സാക്ഷിമൊഴി. ഭീകരർ ആകാശത്തേക്ക് 4 റൗണ്ട് വെടിയുതിർക്കുന്നത് കണ്ടു എന്ന് സാക്ഷി ദേശീയ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി. കേസിൽ അറസ്റ്റിലായ നാട്ടുകാരായ 2 പ്രതികളെയും ഭീകരർ ഒപ്പം കണ്ടു എന്നും മൊഴിയിൽ പറയുന്നു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴിയാണ് കേസന്വേഷിക്കുന്ന NIAക്ക് ലഭിച്ചത്. 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരരെ മടങ്ങും വഴിയിൽ വെച്ച് കണ്ടെന്നാണ് മൊഴി. തന്നെ തടഞ്ഞു നിർത്തിയ അക്രമികൾ കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ പ്രദേശവാസിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ വെറുതെ വിട്ടു എന്നുമാണ് മൊഴി. തുടർന്ന് ഭീകരർ 4 തവണ ആകാശത്തേക്ക് വെടിവെച്ച് ആഘോഷിച്ചുവെന്നും പ്രദേശവാസിയുടെ മൊഴിയിലുണ്ട്. ഈ സ്ഥലത്തു നിന്നും NIA സംഘം വെടിയുണ്ടകൾ കണ്ടെടുത്തു. കേസിൽ നിലവിൽ അറസ്റ്റിലുള്ള പർവേസ് അഹമ്മദ് ജോർ, ബഷീർ അഹമ്മദ് എന്നീ പ്രതികളെ ഭീകരർക്കൊപ്പം കണ്ടതായും മൊഴിയിലുണ്ട്. ഭീകരരുടെ ബാഗുകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു ഇരുവരുമെന്ന് സാക്ഷി NIAയോട് വെളിപ്പെടുത്തി. ഭീകരർക്ക് ഭക്ഷണം നൽകിയതായും വഴി കാണിച്ചതായും അറസ്റ്റിലായ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. 7 പേർ കൊല്ലപ്പെട്ട സെഡ്മോർ ഭീകരാക്രമണ കേസിൽ ഉൾപ്പെട്ട സുലൈമാൻ ഷായാണ് ഭീകരരിൽ ഒരാളെന്നാണ് പിടിയിലായ പ്രതികളിൽ നിന്നും ലഭിച്ച മൊഴി. 24 ഡൽഹി. മണ്ണ് മൂടാത്ത ഷിരൂർ ഓർമ്മ. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ 11 പേരുടെ ജീവനെടുത്ത ഷിരൂർ ദുരന്തം നടന്നിട്ട് ഇന്ന് 1 വർഷം. 2024 ജൂലൈ 16-നായിരുന്നു കനത്ത മഴയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. 72 ദിവസം നീണ്ടുനിന്ന രക്ഷാദൗത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ഷിരൂർ ഒരു വലിയ പാഠമായിരുന്നുവെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കെ ലക്ഷ്മിപ്രിയ 24നോട് പറഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഷിരൂരിലെ ഗംഗാവലി പുഴയോരത്താണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഗംഗാവലി പുഴ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവത്തിൽ ഒഴുകുകയായിരുന്നു. തകർത്തു പെയ്ത മഴക്കിടെയാണ് ഇതേ പുഴയോരത്ത് മലയാളികൾ ഒരിക്കലും മറക്കാത്ത ആ ദുരന്തമുണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന മണ്ണുമല തകർന്ന് ദേശീയപാതയിലേക്കും പിന്നീട് ഗംഗാവലി പുഴയിലേക്കും പതിച്ചാണ് അന്ന് ആ വലിയ അപകടമുണ്ടായത്. ആദ്യ 2 ദിവസങ്ങളിൽ അപകടത്തിന്റെ ആഴമോ മണ്ണിനടിയിൽ ആരെല്ലാം അകപ്പെട്ടു എന്നതോ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്ത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ഡിസാസ്റ്റർ ചാപ്റ്ററാണ് പിന്നീട് ചരിത്രമായി മാറിയത്. ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബവും പിന്നാലെ കേരളത്തിലെ മാധ്യമങ്ങളും ഇവിടെ ഓടിയെത്തിയതോടെ
അപകടത്തിന്റെ വ്യാപ്തി പുറം ലോകമറിഞ്ഞു. മാധ്യമങ്ങളും സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നടത്തിയ സമ്മർദ്ദമാണ് 4 ഘട്ടമായുള്ള ദൗത്യത്തിന് വഴിയൊരുക്കിയത്. NDRFും SDRFും ഇന്ത്യൻ കരസേനയും നാവികസേനയും ഉൾപ്പെടെ ദൗത്യത്തിന്റെ ഭാഗമായി. It was a very unfortunate incident where we lost 11 innocent souls. This year we have done a lot of preparation so that such incidents will be avoided. After which in the district also a lot of effort has happened. We have done some stabilization work along the hills. We have done few flood prevention activities. A lot of effort has gone into avoiding such incidents in the future also. ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കും പ്രതികൂലമായ കാലാവസ്ഥയും ദൗത്യത്തിന് പലതവണ പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പോഴും അർജുൻ ഉൾപ്പെടെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന മുറവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 72 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ലോകേഷും ജഗന്നാഥും ഈ പുഴയാഴങ്ങളിൽ ഇപ്പോഴും വേദനയായി നിലനിൽക്കുന്നു. അർജുൻ മിസ് യു ഇതുവഴി കടന്നുപോയ ആരോ ഇവിടെ കുറിച്ചിട്ടതാണ്. അർജുനെയും ഈ ദുരന്ത ഭൂമിയെയും ഒരു കാലത്തും മലയാളികൾ മറക്കില്ല. ഷിരൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനും ലിജീഷ് മാത്യുവിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടയും അതിന്റെ ഓർമ്മകളുമാണ് ഷിരൂർ മണ്ണിടിച്ചിലിന്റെ മറ്റൊരു വേദന. കലിതുള്ളി വന്ന മണ്ണുമല ലക്ഷ്മൺ നായിക്കിന്റെയും ഭാര്യയുടെയും 2 കുട്ടികളുടെയും ജീവനെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ജഗന്നാഥും ലോകേഷും ഇന്നും കാണാമറയത്താണ്. ഷിരൂരിലൂടെ കടന്നുപോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാർക്കും ലക്ഷ്മൺ നായിക്കിനെയും വിശപ്പകറ്റുന്ന ദാബയും അറിയാം. കടയിലെത്തുന്നവരോടെല്ലാം നല്ല ബന്ധം, അവർക്ക് തിരിച്ചും. ലക്ഷ്മൺ നായിക്കിന്റെ ബന്ധു അക്ഷയ് നായിക്കിന്റെ വാക്കുകളാണിത്. केरला और तमिलनाडु को बहुत रिलेशनशिप था. वो क्या करता था, इधर ही अच्छा रिलेशन. उसके बाद लक्ष्मण ना उनका फैमिली भी इधर लेके आया था. उसके साथ एक इंसिडेंट में सब चले गया. दाबा इंगे था इंगे. अभी पुल ओपन है, कुछ भी नहीं, इधर कुछ भी नहीं दिख रहा है. हम डेली आते जाते हैं, हमको डेली मेमोरी आते रहते हैं. उस टाइम अर्जुन था, अर्जुन का ट्रक था. अर्जुन का भी रिलेशनशिप अच्छा था लक्ष्मण के पास. एवरी टाइम इधर आके रुक के पानी गिनी भर के जाता था वो. बट सब चले गया, उनका भी हो गया और सब चला गया. നിമിഷങ്ങൾ കൊണ്ടാണ് എല്ലാം ഇല്ലാതായത്. ലക്ഷ്മൺ, ഭാര്യ ശാന്തി, മക്കളായ റോഷൻ, അവന്തിക എന്നീ 4 ജീവനുകൾ മണ്ണിനടിയിൽ പൊലിഞ്ഞു. ദാബയിലെ ജോലിക്കാരനായ ജഗന്നാഥും ഭക്ഷണം കഴിക്കാനെത്തിയ ലോകേഷും ഇന്നും കാണാമറയത്തു തന്നെ. കേന്ദ്ര സർക്കാരിന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ മണ്ണിടിച്ചിലിൽ മരിച്ചെന്നതിന് തെളിവ് വേണം. ഇതിനായി നിർധനരായ ജഗന്നാഥിന്റെ കുടുംബം കഴിഞ്ഞ 1 വർഷമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. ರಾಜ್ಯ ಸರ್ಕಾರದಿಂದ ನಮಗೆ 5 ಲಕ್ಷ ಕೊಟ್ಟಿದ್ದಾರೆ, ಆದರೆ ಕೇಂದ್ರ ಸರ್ಕಾರದಿಂದ 2 ಲಕ್ಷ ಕಾಂಪನ್ಸೇಷನ್ ಕೊಡೋದಿತ್ತು. ಅದು ನಮಗೆ ಬಾಡಿ ಸಿಗಲಿಲ್ಲ ಅಂತ ನಮಗೆ ಅದನ್ನು ಕೊಟ್ಟಿಲ್ಲ. ಅದನ್ನು ಮತ್ತೆ ಅದು ಇಲ್ಲ ಅಂತ ಮತ್ತೆ ಡೆತ್ സർട്ടിഫിക്കറ്റും ഇല്ല, ബോഡി സിഗ്ലില്ല ಅಂತ. പ്രിയപ്പെട്ട അർജുന്റെയും ജീവൻ നഷ്ടപ്പെട്ട മറ്റു 10 മനുഷ്യരുടെയും മണ്ണിടിച്ചിലിന്റെ പ്രതിഫലനത്തിൽ ഗംഗാവലിയുടെ മറുകരയിൽ ജീവിതം നഷ്ടമായ ഗ്രാമവാസികളുടെയും ഓർമ്മകൾ അവശേഷിക്കുന്നതാണ് ഈ മണ്ണ്. മിഥുൻ ചാത്തോത്തിനും ലിജീഷ് മാത്യുവിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24, ഷിരൂർ.
ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ആവർത്തിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ സമ്മർദ്ദത്തെ തുടർന്ന് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നും അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഇത് തന്നെയാണ് എന്ന് തോന്നുന്നു BBC-ക്ക് നൽകിയ അഭിമുഖത്തിലും അബ്ദുൽ ഫത്താഹ് മെഹദി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വധശിക്ഷ ആ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയ നടപടി സങ്കടമുണ്ടാക്കുന്നതാണ് എന്നൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ അബ്ദുൽ ഫത്താഹ് മെഹദി സൂചിപ്പിക്കുന്നത്? വിജയകുമാർ, ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദത്തിനും തങ്ങൾ വഴങ്ങില്ല എന്ന ഒരു പ്രതികരണമാണ് അബ്ദുൽ ഫത്താഹ് മെഹദി ആവർത്തിക്കുന്നത്. നേരത്തെ BBC-ക്ക് അദ്ദേഹം നൽകിയ അഭിമുഖം എന്നുള്ളത് ഈ വധശിക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനം വരുന്നതിന് മുമ്പായിരുന്നു. എന്നാൽ ആ തീരുമാനം വന്ന ശേഷവും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഒരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും തങ്ങൾ വഴങ്ങില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്. സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവ്യമോ നൽകിയുള്ള യാതൊരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും വഴങ്ങില്ല. അത് തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഈ സമ്മർദ്ദം ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നും വധശിക്ഷ തീയതി തീരുമാനിച്ചതിന് ശേഷം പിന്നീട് അത് മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരം എന്നുമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. കൂടാതെ ഈ എത്ര സമയമെടുത്താലും നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നും വധശിക്ഷ നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കും, വധശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാകൂ എന്നും രക്തം വില കൊടുത്തു വാങ്ങാനാകില്ല എന്നുമുള്ള വൈകാരികമായ ഒരു കുറിപ്പാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ മറ്റു പലർക്കും അനുകൂലമായ ഒരു പ്രതികരണമുണ്ട് എന്ന തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഈ ഗോത്ര വിഭാഗവുമായി അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന കുടുംബാംഗങ്ങളെ നേരിട്ട് തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകൾ, അത് യമനിലെ നേതാക്കൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, അനുനയ നീക്കങ്ങൾ, അനുനയ ചർച്ചകളൊക്കെ പല തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ ഈ പ്രതികരണം വരുന്നത്. വൈകാരിക പ്രതികരണമാണ് എന്നതിലെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ സമ്മർദ്ദത്തെ തുടർന്ന് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും എത്ര സമയമെടുത്താലും ആ ശിക്ഷ നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കുമെന്നൊക്കെയാണ് അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ BBC-ക്ക് നൽകിയ അഭിമുഖം ഈ ശിക്ഷാവിധി നീട്ടിവെക്കുന്നതിന് മുമ്പായിരുന്നു. ഇത് ആ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്ന ഒരു പ്രാധാന്യം കൂടി ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് കുറിപ്പിനുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീലിയൻ ദമ്പതികൾ അപകടകരമായി ലഹരി വിഴുങ്ങി കടത്താൻ ശ്രമിച്ചത് 3 ലക്ഷം രൂപയുടെ കമ്മീഷന് വേണ്ടി 16 കോടി രൂപയുടെ കൊക്കൈനാണ് ഇവരുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തത്. കേരളത്തിൽ ആർക്കു വേണ്ടിയാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നത് എന്ന വിവരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കൊക്കൈൻ ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയ ശേഷമാണ് ബ്രസീലിയൻ ദമ്പതികളായ ലൂക്കാസ്, ബ്രൂണ എന്നിവർ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയത്. 16 കോടിയിലേറെ രൂപ വില വരുന്ന മയക്കുമരുന്നാണ് ഇരുവരുടെയും ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിലായിരുന്ന പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കേരളത്തിൽ ആർക്കു വേണ്ടിയാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പ്രതികൾക്കും വ്യക്തതയില്ല. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം വാട്സാപ്പിൽ ബന്ധപ്പെടാനായിരുന്നു ഇരുവർക്കുമുണ്ടായിരുന്ന നിർദ്ദേശം. റിമാൻഡ് ചെയ്ത പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ കമ്മീഷനു വേണ്ടിയായിരുന്നു മയക്കുമരുന്ന് കടത്താൻ കാരിയർമാരായി മാറിയതെന്ന് ഇരുവരും മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തുടരന്വേഷണം വേഗത്തിലാക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 24 കൊച്ചി. കൊച്ചി എളംകുളത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നത് വൻ ലഹരി കച്ചവടമെന്ന് പോലീസ്. ലഹരി പൊതിയാനുള്ള നിരവധി സിപ്ലോ കവറുകളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പിടികൂടിയ ലഹരി മരുന്നുകൾ വിദേശത്തു നിന്ന് എത്തിച്ചതാണ് എന്ന് സംശയം. MCom, MBA ബിരുദധാരികളടക്കം 4 പേരാണ് ലഹരി കച്ചവടത്തിൽ പിടിയിലായത്. പെരിന്തൽമണ്ണ സ്വദേശി ഷാമിലാണ് ലഹരി വിൽപ്പനയിലെ പ്രധാനി.
എക്സ്റ്റസി പില്ലുകൾ വിദേശത്തു നിന്ന് എത്തിച്ചതായാണ് സംശയം. MDMA ചെറിയ സിപ്പ് കവറുകളാക്കി വിതരണം ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പ്രതികൾ ഡാൻസ് ഓഫ് പിടിയിലായത്. കഴിഞ്ഞ 1 വർഷമായി ലക്ഷങ്ങളുടെ കച്ചവടം ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. ഇന്നലെ മാത്രം 1.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എറണാകുളം സൗത്ത് പോലീസ്. 24 കൊച്ചി. പാലക്കാട്ട് വീണ്ടും നിപ്പ. കുമരംപുത്തൂരിൽ മരിച്ച 57-കാരന്റെ മകനും നിപ്പ സ്ഥിരീകരിച്ചു. മഞ്ചേരി ലാബിലാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫലം നാളെ പുറത്തുവരും. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ 57-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ള മകനാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിൽ 32-കാരനായ യുവാവ് ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സ്രവം മഞ്ചേരി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. ഈ ഫലമാണ് പോസിറ്റീവായത്. 32-കാരന്റെ സമ്പർക്ക പട്ടിക ഉടൻ ആരോഗ്യവകുപ്പ് പുറത്തുവിടും. നിലവിൽ പ്രദേശത്ത് 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാണ്. അതേസമയം മലപ്പുറം ജില്ലയിൽ 210 പേരും കോഴിക്കോട് ജില്ലയിൽ 114 പേരും നിപ സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ 84 സാമ്പിളുകൾ ഇതുവരെ നെഗറ്റീവായിട്ടുണ്ട്. നിപ ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. കോഴിക്കോട് യുവാവിനെ പോലീസ് ചമഞ്ഞ് തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതി. കല്ലായി സ്വദേശി ബിജുവിനെയാണ് ജോലി ചെയ്യുന്ന ട്രാവൽസിലെത്തി തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് സംഭവം. പോലീസുകാരെന്ന വ്യാജേന ട്രാവൽസിലെത്തിയ സംഘം ബലം പ്രയോഗിച്ച് ബിജുവിനെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള എർട്ടിഗോ കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചന. കൃത്യം നടത്താൻ വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയയാളും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റു 2 പേരുമാണ് കസ്റ്റഡിയിലായത്. ബിജുവിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നാണ് മലപ്പുറം കരുവാരക്കുണ്ട് മേഖലയിലേക്കാണ് ബിജുവിനെ കൊണ്ടുപോയതെന്ന് വ്യക്തമായത്. 24 കോഴിക്കോട്. കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന മോഷണ സംഘം കേരളത്തിൽ ATM കവർച്ച ലക്ഷ്യമിട്ടെന്ന സംശയത്തിൽ പോലീസ്. പ്രതികൾ നേരത്തെയും കേരളത്തിലെത്തിയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പിടിയിലായവർക്ക് ഹരിയാനയിലെ കുപ്രസിദ്ധമായ മേവാത് ഗലാട്ട സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കരുതുന്നു. പിടിയിലായവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ചോദ്യം ചെയ്യലിലൂടെ സംഘത്തിന്റെ കേരളത്തിലെ പദ്ധതികൾ അറിയാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ചത് ATM കൊള്ളയടിക്കാനാണെന്നാണ് നിഗമനം. പിടിയിലായ സംഘത്തിൽ 2 പേർ ഹരിയാനയിലെ മേവത് സ്വദേശികളാണ്. ഇവർക്ക് കുപ്രസിദ്ധ കവർച്ചാ സംഘമായ മേവാത് ഗലാട്ട സംഘവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. രാജസ്ഥാൻ സ്വദേശി സൈക്കുളിന്റെ പേരിൽ 10ലധികം കേസുകളുണ്ട്. പ്രതികൾ മുൻപും കേരളത്തിൽ എത്തിയതിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം പനങ്ങാടെത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാൻ ഹരിയാന സ്വദേശികളെയും ഇവർ മോഷണത്തിന് ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ലോറിയും പനങ്ങാട് പോലീസ് പിടികൂടിയത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ തകർത്ത് കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത്. 24 കൊച്ചി. ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചു. ബ്രിട്ടീഷ് നാവികസേന മേധാവിയുടെ അനുമതി ലഭിച്ചാലുടൻ വിമാനം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. സൈനിക അഭ്യാസത്തിനിടെ ഉണ്ടായ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ മാസം 14-നാണ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ജൂലൈ 6-നാണ് നാവികസേനയിലെ സാങ്കേതിക വിദഗ്ധരും വിമാനത്തിന്റെ അമേരിക്കൻ നിർമ്മാണ കമ്പനിയിലെ വിദഗ്ധരും ഉൾപ്പെടുന്ന 24-അംഗ സംഘം തിരുവനന്തപുരത്തെത്തിയത്. അതുവരെ വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേയിലുണ്ടായിരുന്ന വിമാനം ചാക്കയിലെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി. CISF സേനയുടെ സുരക്ഷാ വലയത്തിലായിരുന്നു അറ്റകുറ്റപ്പണികൾ. തുടർന്ന് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറുകളാണ് പരിഹരിച്ചത്. എഞ്ചിന്റെ ക്ഷമത പരിശോധിച്ചുറപ്പാക്കി. വിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ അടുത്തയാഴ്ചയോടെ വിമാനം തിരികെ ബ്രിട്ടനിലേക്ക് പറത്തിക്കൊണ്ടുപോകും. നേരത്തെ മറ്റൊരു വിമാനത്തിൽ F-35 കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. ഇന്ത്യ പസഫിക് സമുദ്രത്തിൽ സൈനികാഭ്യാസത്തിനിടെ ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. 24 തിരുവനന്തപുരം.
ജൂൺ 14 സൈനികാഭ്യാസത്തിനിടെയാണ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്. മടങ്ങിപ്പോകാൻ വൈകിയതോടെ സോഷ്യൽ മീഡിയയിലും ആഘോഷം. ഇറങ്ങിയത് യുദ്ധവിമാനമായതിനാൽ തുടക്കത്തിൽ വലിയ അഭ്യൂഹങ്ങളുണ്ടായി. ദിവസം ചെല്ലുന്തോറും ഏതു വിഷയത്തിലും ട്രോളുകൾ ഇറക്കുന്ന വമ്പന്മാർ F-35നെയും വെറുതെ വിട്ടില്ല. ആക്ഷേപഹാസ്യ വാർത്താ വെബ്സൈറ്റ് ദ ഫോക്സിയാണ് ആദ്യം കേരള ടൂറിസത്തെയും ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെയും ചേർത്ത് പോസ്റ്റ് ഇട്ടത്. കേരളം ഒരിക്കൽ ലാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാനാകില്ല. സംശയമുണ്ടെങ്കിൽ ബ്രിട്ടീഷ് F-35നോട് ചോദിക്കൂ. ഇതായിരുന്നു പോസ്റ്റ്. മകനെ മടങ്ങി വരൂ എന്ന UK മലയാളിയുടെ റെസ്റ്റോറന്റിന്റെ പരസ്യത്തിലും യുദ്ധവിമാനം ഇടം പിടിച്ചു. കേരള ടൂറിസം വകുപ്പും അവസരത്തിനൊത്തുയർന്നു. കേരളം അതിമനോഹരമാണ്, എനിക്കിവിടം വിട്ട് പോകാനേ തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് തങ്ങിയ അനുഭവ പരിചയം വച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഗൂഗിൾ റിവ്യൂ നൽകുന്നതുപോലെ രസകരമായ പരസ്യം. ഒപ്പം കേരളത്തിലെ ടൂറിസത്തിന് 5 സ്റ്റാർ റേറ്റിംഗും നൽകിയിട്ടുണ്ട്. പരസ്യം ഹിറ്റായി. വകുപ്പിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ അഭിനന്ദിച്ചും പോസ്റ്റുകളെത്തി. മുതലെടുക്കുവാണല്ലേ സജി എന്ന കമന്റുകൾക്കും കുറവില്ല. ചിരി പടർത്തുന്ന നിരവധി കമന്റുകൾ വേറെയും. ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ OLXൽ വരെ വിൽക്കാനിട്ടിരിക്കുന്ന മലയാളികൾ ട്രോളുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പറന്നു. മിൽമയുടെയും കേരള പോലീസിന്റെയും പരസ്യങ്ങളും വൈറലായി. ന്യൂസ് ഡെസ്ക് 24. ഇനി കായിക വാർത്തകൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 3 മത്സര പരമ്പരയിലെ ആദ്യ ഏകദിനം ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 സതാംപ്ടണിലാണ്. ഇംഗ്ലീഷ് മണ്ണിൽ ആദ്യമായി 2020 പരമ്പര ജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ഒരുക്കം കൂടിയാണ് ഹർമൻപ്രീത് കൗറിനും ടീമിനും ഇത്. 2024-25 സീസൺ അവസാനമായതോടെ ഫുട്ബോൾ ലോകത്തെ ചർച്ചകളെല്ലാം ഇനി ബലൺ ദിയോർ പുരസ്കാരം ആരു നേടും എന്നതിലാണ്. സെപ്റ്റംബർ 22-നാണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. ഫിഫ ക്ലബ്ബ് ലോകകപ്പോടെ 2024-25 സീസണ് അവസാനമായിരിക്കുന്നു. ഇനി അറിയാനുള്ളത് ഇക്കഴിഞ്ഞ സീസണിലെ മികച്ച താരത്തിനുള്ള ബലോൺ ദോർ പുരസ്കാരം ആര് നേടുമെന്നതിൽ. സെപ്റ്റംബർ 22-നാണ് ഇത്തവണത്തെ ബലോൺ ദോർ പുരസ്കാര പ്രഖ്യാപനം. അതിനു മുന്നോടിയായി ഓഗസ്റ്റ് 7-ന് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നവരുടെ ചുരുക്കപ്പട്ടിക പുറത്തുവിടും. PSG-യുടെ ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബേലയാണ് ഇത്തവണ പുരസ്കാരത്തിനായി മുൻനിരയിലുള്ളത്. PSG-ക്ക് ചാമ്പ്യൻസ് ലീഗ് അടക്കം 4 കിരീടങ്ങൾ നേടിക്കൊടുത്തതിലും ക്ലബ്ബ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിച്ചതിലും ഫ്രാൻസിന് UEFA നേഷൻസ് ലീഗിൽ 3-ാം സ്ഥാനം നേടിക്കൊടുത്തതിലും നിർണായക കണ്ണിയായിരുന്നു ഉസ്മാൻ ഡെംബേലെ. ബാഴ്സലോണയുടെയും സ്പെയിന്റെയും വണ്ടർ കിഡ് ലമീൻ യമാലാണ് ഡെംബേലയുടെ പ്രധാന എതിരാളി. ബാഴ്സലോണയ്ക്ക് ഡൊമസ്റ്റിക് ട്രബിൾ സമ്മാനിച്ച ലമീൻ യമാൽ സ്പെയിനെ നേഷൻസ് ലീഗിന്റെ ഫൈനലിലും എത്തിച്ചു. PSG-ക്കൊപ്പം 4-ഉം പോർച്ചുഗലിനൊപ്പം UEFA നേഷൻസ് ലീഗും നേടിയ വിറ്റിനിയും പവർ റാങ്കിങ്ങുകളിൽ മുന്നിലുണ്ട്. ബാഴ്സലോണയുടെ റഫീഞ്ഞ, ലിവർപൂളിന്റെ മുഹമ്മദ് സല, PSG-യുടെ തന്നെ അഷ്റഫ് ഹക്കീമി, ന്യൂനോ മെൻഡസ്, റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ എന്നിവരും പവർ റാങ്കിങ്ങുകളിൽ ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്നവരാണ്. സ്പോർട്സ് ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.